ലോക്ക്ഡൌൺ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കുറേ പേര് ഇങ്ങനെ പരാതി പറഞ്ഞു എൻ്റെ അടുത്ത്, എല്ലാവർക്കും ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുകയാണ്, അതൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് എൻ്റെ പക്കൽ നിന്ന് വരുന്നത്. ഞാൻ ചെയ്യുന്നൊരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോക്ക്ഡൗൺ ആയപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. പല സ്ഥലങ്ങളിലും ബ്യൂട്ടി പാർലർ ഓപ്പൺ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യാൻ ഒരു മടിയാണ്. കാരണം എല്ലായിടത്തും കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാം. കാരണം ഐബ്രോസ് ഷേപ്പ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പലരുടെയും ഇങ്ങനെ കാട് പിടിച്ച് വളർന്നു വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോൾ കാട് പിടിച്ച് വളർന്നു വരുമ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുവാണെങ്കിൽ അത്ര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐബ്രോസ് നല്ല പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും സാധാരണ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എത്ര നല്ല ഭംഗിയായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, പാർലറിലൊന്നും പോകാതെ എന്ന് ചോദിക്കാറുണ്ട് ഈ സമയത്ത്. അപ്പോൾ ആ ഒരു 2 വഴികളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന് പ്ലക്കർ ഉപയോഗിച്ചും ഒന്ന് നമ്മുടെ സാധാ തയ്യൽ മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന നൂല് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൗഡർ ഒന്ന് തൂത്ത് കൊടുക്കാം. നമ്മുടെ ഐബ്രോയുടെ താഴെയും മുകളിലുമായിട്ട് നമുക്ക് 2 ഐബ്രോസിലും കുറച്ച് പൗഡർ തൂത്ത് കൊടുക്കാം. ഇത് തൂക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് നല്ല പെട്ടെന്ന് തന്നെ അത് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. അതായത് എണ്ണമയം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നൂലിലേക്കൊന്നും അത് കയറില്ല. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണമയം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൗഡർ 2 ഐബ്രോസിലും തൂത്ത് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് പ്ലക്കർ. ഇത് സാധാരണ എല്ലാ ഫാൻസി ഷോപ്പുകളിലും അതുപോലെ തന്നെ ലേഡീസ് സെൻറ്ററുകളിലും എല്ലാം കിട്ടും കേട്ടോ. പ്ലക്കർ എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ചു വന്നിരിക്കുന്ന ഐബ്രോസ് ഓരോന്നോരോന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പിടിച്ച് പ്ലക്ക് ചെയ്ത് ഓരോന്ന് എടുത്ത് കളയാൻ പറ്റുന്ന പോർഷനാണ്. അപ്പോൾ ഇതൊരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഐബ്രോസ് നല്ല സുഖമായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ. ഇതിന് നിസ്സാര ഒരു എമൗണ്ടേ ആവുന്നുള്ളൂ. 10-15 രൂപയൊക്കെയാണ് ഈ ഒരു പ്ലക്കറിൻ്റെ വില വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വാർഡ്രോബിൽ വേണ്ടതെന്ന് തന്നെയാണിത്. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്ലക്കർ ഉപയോഗിച്ച് നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് പ്ലക്ക് ചെയ്ത് ഓരോ ഐബ്രോസും എടുത്ത് കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ പുതുതായിട്ട് മുളച്ച് വന്നിരിക്കുന്ന ഐബ്രോസ് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ചിലർക്ക് നമ്മൾ എടുത്ത് കളയുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വരച്ചോളൂ കേട്ടോ. ഐബ്രോയിൽ തന്നെ നമുക്ക് ഒരു പെന്നെടുത്തിട്ട് ഒന്ന് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ മുളച്ച് വന്നിരിക്കുന്നത് മാത്രം, അല്ലെങ്കിൽ ഒന്ന് ഷേപ്പിന് നമുക്ക് ഈ പ്ലക്കർ ഉപയോഗിച്ച് പ്ലക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് വരച്ചു കൊടുത്താൽ നല്ല. അതിനുശേഷം സോപ്പിട്ട് കഴുകി കളഞ്ഞാൽ മതി. ആ വരച്ചു വെച്ചതിൻ്റെ പെന്നിൻ്റെ ആ ഒരു പാടങ്ങ് പൊക്കോളും. അപ്പോൾ കയറി പോവോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കട്ടായി പോവോ എന്നൊരു പേടിയുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ വരച്ച് വെച്ചും ചെയ്യാം കേട്ടോ. അല്ലാത്തവർക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഓരോ രോമങ്ങളും പതിയെ ഈ പ്ലക്കർ ഉപയോഗിച്ച് നീക്കം ചെയ്താൽ മതി. ആ യഥാർത്ഥ ഷേപ്പിലേക്ക് തന്നെ വരും. അപ്പോൾ എൻ്റെ അങ്ങനെ പെട്ടെന്ന് ഒത്തിരി വളരുന്നതല്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് പ്ലക്ക് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അധികം വേദനയൊന്നും എടുക്കില്ല. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പറിച്ച് കളയാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ഈ നൂല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്നത് അവർ നമുക്ക് പുരുകം ത്രെഡ് ചെയ്ത് തരിക ചെയ്യുക. അതേപോലെ തന്നെ ത്രെഡ് ചെയ്ത് നമ്മൾ കളയുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരു കയ്യിൽ നമുക്ക് നൂല് പിടിച്ച് മറ്റേ കയ്യിൽ ആ നൂലിൻ്റെ ഒരു പോർഷൻ ഒന്ന് ചുറ്റി എടുക്കാം. ചുറ്റി എടുത്തതിന് ശേഷം അത് നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ പിടിക്കാൻ പറ്റും 2 കൈ കൊണ്ടും. ഇങ്ങനെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ലൂപ്പ് ഹോളിലേക്ക് വേണം നമ്മളുടെ ഏതാണോ പറിച്ച് കളയേണ്ട ആ രോമം പതിയെ അതിൻ്റെ ഇടയിലേക്ക് കയറ്റിയിടുക. എന്നിട്ട് ഇപ്പുറത്തെ കൈ കൊണ്ട് പതിയെ ചലിപ്പിച്ച് കളിക്കുക. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ അവർ രോമം ത്രെഡ് ചെയ്ത് കളയുന്നത് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് 2 പുരുകത്തിലും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചങ്ങ് ആയി കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആവും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ഇങ്ങനെ നീണ്ട് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതൊന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ത്രെഡ് ചെയ്ത് കളയാനായിട്ട് പറ്റും. 2 കൈയിലും നമുക്ക് മാറി ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു വശത്തേക്ക് ചെയ്യുമ്പോൾ ആ നൂല് ഉള്ള പോർഷനും ഇപ്പുറത്തെ വശത്ത് ചെയ്യുമ്പോൾ നൂലുള്ള പോർഷൻ അപ്പുറത്തെ കയ്യിലും വെച്ചിട്ട് അങ്ങനെ 2 വശത്തും മാറി ചെയ്താൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് ശരിയാവുള്ളൂ.
ആ ത്രെഡിൻ്റെ ആ ലൂപ്പ് വരുന്ന ആ പോർഷനിലേക്ക് നമ്മൾ ഓരോരോ നമ്മളുടെ രോമങ്ങൾ കയറ്റി വെച്ചിട്ട് ത്രെഡ് ചെയ്തങ്ങ് കളയുകയാണ് ചെയ്യുക. അത് പതിയെ പതിയെ വലിച്ചു വിടുമ്പോൾ അത് ഓരോരോ രോമങ്ങളായിട്ട് പിഴുതു പോന്നോളും. ഇതിന് നമ്മൾ സാധാരണ ത്രെഡ് ചെയ്യുന്നത് പോലെ ചെറിയൊരു വേദനയുണ്ട്, പക്ഷേ നമുക്ക് നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ത്രെഡ് ചെയ്ത് കളയാൻ പറ്റും. അത് നമ്മുടെ പുരികത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ഒരു ത്രെഡിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. 2-3 പ്രാവശ്യം വേണമെങ്കിൽ കാലിലെ രോമത്തിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് മതി ഈ ഐബ്രോസ് ചെയ്യുന്നത്. ഐബ്രോസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രാക്ടീസ് വേണമല്ലോ. അപ്പോൾ 2 കൈയിലും മാറി മാറി പിടിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത് 2-3 ആ ഒരു ലെയർ ചുറ്റി വന്ന് കഴിയുമ്പോൾ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് മുകൾ ഭാഗത്തുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വിടാം. അപ്പോൾ അതും നമ്മൾ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് ചെറിയൊരു ചീപ്പ് ഉപയോഗിച്ച് ഒന്ന് ചീകിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഷേപ്പ് ചെയ്ത് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇതാ ഐബ്രോസ് നോക്കാൻ നല്ല ഭംഗിയായിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വശം മറ്റേ പ്ലക്കർ ഉപയോഗിച്ച് ഒരു വശം ത്രെഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ച് പ്രാക്ടീസ് മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഐബ്രോസ് എല്ലാം ത്രെഡ് ചെയ്യാനായിട്ട് പറ്റും. കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. കാരണം അവരുടെയൊക്കെ പുരുകം കാട് പിടിച്ച പോലെ വളർന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റുന്നില്ല എന്ന് എല്ലാവരും പരാതി പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ ഒരു സ്റ്റൈല്. ഇത്രയും സുന്ദരമായാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ബ്ലേഡൊക്കെ വെച്ച് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമ്മൾ കുറച്ച് സമയം എടുത്താണെങ്കിലും ഒന്നും ചെയ്ത് നോക്കുകയാണെങ്കിൽ പൊട്ടുമൊന്നും ചെയ്യാതെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.